നമ്മൾ ഈ അടുത്ത സമയമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ് ഒരു റേഷ്യൽ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്, അതും പ്രത്യേകിച്ച് ഇന്ത്യക്കാരോടെന്നുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന ന്യൂസ് എല്ലാം പറയുന്നത് അയർലൻഡിലാണ് അങ്ങനെ ഇന്ത്യക്കാരോടുള്ള റേഷ്യൽ അറ്റാക്കൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ റേഷ്യൽ അറ്റാക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ അടുത്ത സമയത്തൊക്കെ ഒത്തിരിയധികം കാനഡയിലും ഇങ്ങനത്തെ റേഷ്യൽ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മാറി അയർലൻഡിലായി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്കാർ ഏത് സ്ഥലത്താണോ കൂടുതലുള്ള അവിടെ എല്ലാം ഒരു റേഷ്യലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ മിക്ക വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നതാവാം മെയിൻ കാര്യം, ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ കാനഡയിലൊക്കെ ഉണ്ടായിരിക്കുന്ന റേഷ്യൽ അറ്റാക്കുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 9 മാസം മുമ്പ് കാനഡയിൽ ഇതേപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കനേഡിയൻ ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ലേഡിയായിരുന്നു അന്ന് ഒരു ഇന്ത്യക്കാരന് നേരെ ഒരു വംശീയമായ ഒരു രീതിയിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത്, നീ ഒരു ഇന്ത്യക്കാരനാണ്, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ രാജ്യത്ത് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ലേഡി ആ പയ്യനോട് കയർത്തത്. എന്നാൽ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു താനൊരു കനേഡിയൻ സിറ്റിസണാണ്, അതുകൊണ്ട് ഈ രാജ്യം വിട്ട് താൻ എങ്ങോട്ട് പോകാനാണ് എന്ന്. അപ്പോൾ ആ സീനിയർ സിറ്റിസണായിട്ടുള്ള ലേഡി തിരിച്ച് പറയുന്നത്, നിൻ്റെ പേരൻസോ അല്ലെങ്കിൽ നിൻ്റെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഇവിടെ ജനിച്ചതല്ല, അവർക്ക് ഇന്ത്യയിലാണ് ജനിച്ചത്, അതുകൊണ്ട് നിനക്കിവിടെ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല, തിരിച്ച് നിൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അന്ന് ആ വീഡിയോ വന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ആ ലേഡിയോട് അല്ലെങ്കിൽ ആ ലേഡിക്ക് എഗൻസ്റ്റായിട്ടാണ് കമൻറ്റ് ചെയ്തത്. കാരണം കാനഡ എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറായിട്ടുള്ളൊരു രാജ്യമാണ്. ഏത് രാജ്യക്കാർക്കും ഏത് തരം ആൾക്കാർക്കും ഇവിടെ ജീവിക്കാനും അവർക്ക് ഫ്രീ ആയിട്ട് പുറത്ത് പോകാനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന റൈറ്റ് ഉള്ളൊരു രാജ്യമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും തന്നെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയാനുള്ളൊരു അവകാശമേ ഇല്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ വീഡിയോ വന്നപ്പോൾ എല്ലാവരും തന്നെ ആ സീനിയർ സിറ്റിസണായിട്ടുള്ള കനേഡിയനായിട്ടുള്ള ലേഡിക്ക് എഗൻസ്റ്റ് ആയിരുന്നു ആൾക്കാരുടെ മൊത്തം റെസ്പോൺസ് എന്ന് പറയുന്നത്. From India? I'm Canadian. Your parents are from India. Your grandma is from India. So is that a crime? It's a crime when there's so many Indians taking over Canada. Why were you aggressive to me? I'm being aggressive to you because too many Indians are in Canada, and I want you to go back. What wrong did I do to you? You hardly speak English. Je parle français. I speak English as well. I speak French. Est-ce que vous parlez français? Do you speak French? I do. I speak On peut French. parler en français. Venez, on peut discuter en français si vous voulez. Je suis Canadien. I'm Canadian. ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ഇവിടെ കനേഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഇന്ത്യക്കാരെ കൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ പലർക്കും അറിയാവുന്നതാണ്, കാനഡയിൽ തന്നെ ബ്രാംപ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന പേരിലാണ്. കാരണം അങ്ങനെ പേര് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ആ സ്ഥലത്ത് കൂടുതലെന്നുള്ളതാണ്. എന്നാൽ ആ പേര് വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെയൊക്കെ കനേഡിയൻസ് ആയിരുന്നു ബ്രാംപ്ടൺ എന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ ഫാമിലിയായിട്ട് ഇന്ത്യൻസ് ആ സ്ഥലത്ത് വന്ന് വീട് മേടിക്കുകയും അവിടെ താമസം തുടങ്ങുകയൊക്കെ ചെയ്തു. ആദ്യമൊക്കെ 1-2 ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ഇന്ത്യക്കാരുടെ എണ്ണം ഓരോ ദിവസം കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യക്കാർ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവർ നാട്ടിലെങ്ങനെയൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു ബ്രാംപ്ടണിൽ അവർ ജീവിക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളൊരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നീറ്റായിട്ട് ആ പ്രദേശം കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റോഡിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രാഫിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടിയുണ്ടാക്കുകയും അല്ലെങ്കിൽ വളരെ ഒച്ചത്തിൽ അവരുടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പീക്കറിൽ കൂടെ അവർ ആഘോഷങ്ങളുടെ പാട്ടിടുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത കാരണം അവിടെ ഉണ്ടായിരുന്ന കനേഡിയൻസൊക്കെ അങ്ങനെ അവർ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പല ആൾക്കാരും കനേഡിയൻസ് അവരുടെ സ്വന്തം വീട് ചെറിയ വിലയ്ക്ക് പോലെ വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു.
ഇതിനെല്ലാം മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ അവർ ജീവിക്കാൻ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് അവർ വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മാറിയൊരു സ്ഥലത്തേക്കോ അവർക്ക് പോകേണ്ടത് അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും പ്രത്യേകിച്ച് 20-30 വർഷമൊക്കെ ബ്രാംപ്ടൺ എന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന കനേഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയധികം പഞ്ചാബികൾ അല്ലെങ്കിൽ ഇത്രയധികം ഇന്ത്യക്കാർ ആ സ്ഥലത്തേക്ക് വന്നത് കാരണം പല ആൾക്കാരും അവരുടെ സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് അവർക്ക് ദൂര സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ പഞ്ചാബികളായിട്ടുള്ള ഇന്ത്യക്കാരെല്ലാം അവർ ബ്രാംപ്ടൺ എന്ന സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്കൊരു റേഷ്യൽ അറ്റാക്കോ അല്ലെങ്കിൽ വേറെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡിസ്ക്രിമിനേഷനോ ഒന്നും അവർക്കുണ്ടാകത്തില്ല എന്നതായിരിക്കാം അവർ ബ്രാംപ്ടൺ എന്ന സ്ഥലത്ത് തന്നെ ചൂസ് ചെയ്യാൻ കാര്യം. എന്നാൽ പല ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പല ഇന്ത്യക്കാരും പല ഔട്ട്സൈഡായിട്ടുള്ള പല സ്ഥലത്തേക്കും മാറേണ്ടതായിട്ട് വരും. അങ്ങനെ എത്തുമ്പോഴായിരിക്കും അവിടെ ഏറ്റവും കൂടുതലുള്ള കനേഡിയൻസ് നേരത്തെ തങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ബ്രാംപ്ടൺ എന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ ഇന്ത്യക്കാർ കാരണം ഞങ്ങൾക്ക് ഈ ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ മാറേണ്ടി വന്നു എന്ന ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളിലുള്ളപ്പോഴായിരിക്കും ആ സ്ഥലത്തേക്ക് വീണ്ടും ഒരു ഇന്ത്യക്കാരും വരുന്നു എന്ന് പറയുമ്പോൾ അവർ വീണ്ടും പേടിക്കുകയാണ്, ഇവിടെ ഇനി ഇന്ത്യക്കാർ മുഴുവൻ വന്നിട്ട് ഈ സ്ഥലത്തും നമ്മളെ ഇനി വീണ്ടും ദൂര സ്ഥലത്തേക്ക് ഓടിക്കുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ പല ഫ്രസ്ട്രേഷനായിരിക്കാം പല ഇന്ത്യക്കാരോടും ചിലരൊക്കെ നേരിട്ട് പ്രകടിപ്പിക്കുകയും ചിലതൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ലോ ഒക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് എഗൻസ്റ്റ് ദ ലോ ആണ്, അല്ലെങ്കിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ അവർക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് കൊണ്ട് പല ആൾക്കാരും അത് നേരിട്ട് പ്രകടിപ്പിക്കാറില്ല. എന്നാൽ പല ആൾക്കാരും അവർക്ക് ഇതിനു മുമ്പുണ്ടായ ചിലപ്പോൾ അവർക്ക് ഒരു ഇന്ത്യക്കാരൻ കാരണം അവർക്ക് ജോലി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ഇന്ത്യക്കാരൻ കാരണം അവരുടെ കുടുംബത്തിലെ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങളും ഉള്ളിലുള്ളപ്പോൾ ചിലപ്പോൾ ഇന്ത്യക്കാരനെ എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തോ എല്ലാം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അവരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചിലപ്പോൾ ശാരീരികമായിട്ട് ഒരു അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ കാനഡയിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ഇപ്പം ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ കൂടിയിട്ടുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പൈസയൊന്നും അനാവശ്യമായിട്ട് കളയുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സേവിങ്സ് ഒക്കെ ഉള്ളത് കാരണം അവർ പല രീതിയിലുള്ള ബിസിനസ് തുടങ്ങിയോ അല്ലെങ്കിൽ കൂടുതൽ ജോലിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് കൂടുതൽ രീതിയിലുള്ള നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടൊക്കെ ആയിരിക്കാം ഈ കനേഡിയൻസിന് ഇങ്ങനെ ഒരു ഇന്ത്യക്കാരോടുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കനേഡിയൻസ് ലൈഫൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് കാണുമ്പോൾ ഇന്ത്യക്കാർ കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ലൈഫ് പോകുമ്പോൾ അവരുടെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ കനേഡിയൻസിന് കിട്ടാത്ത പല ജോലികളും അവരൊക്കെ ഇന്ത്യക്കാർ തട്ടിയെടുത്തുകൊണ്ട് പോകുമോ എന്നൊരു പേടിയും അവർക്കുണ്ട്. ഇത് ഒരു കാരണമായിട്ട് കൺസിഡർ ചെയ്യാം. ഇതുകൂടാതെ തന്നെ മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാർ കാനഡയിൽ വന്ന് അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതും എന്നതൊക്കെയാണ് അവർ ഈ കനേഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ചോടിപ്പിക്കുന്ന കാരണങ്ങളിൽ മറ്റൊന്ന്. Shocking video has surfaced online showing a group of people using soap while bathing at lake. In the video, two couples can be seen using soap and cleansing product in the water, which may harm fish and other marine life. The incident occurred at Canadian Lake in Brampton. The footage has sparked outrage among locals and netizens. നമ്മളിപ്പോൾ കണ്ടൊരു വീഡിയോ നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ആൾക്കാർ പുഴയുടെ സൈഡിലോ അല്ലെങ്കിൽ ആറിലോ ഒക്കെ സോപ്പ് വെച്ചൊക്കെ കുളിക്കാറുണ്ട്. എന്നാൽ കാനഡയിൽ ഒരു കനേഡിയനായിട്ടുള്ള ഒരാൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കാർ എന്ത് മോശമായിട്ടാണ് ആ വെള്ളം ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. കാനഡയിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബീച്ചുകളും ലേക്കുകളും ഒക്കെ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരിക്കലും ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ആ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം കാനഡയുടെ ലോ തന്നെ അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. ഒരു കാരണവശാലും അതൊന്നും പൊല്യൂട്ട് ചെയ്യാനേ പാടുള്ളതല്ല. കനേഡിയൻസൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തന്നെയാണ് അവർ വെള്ളത്തിൽ ഇറങ്ങുകയും അവർ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതേപോലത്തെ കുറച്ച് ഇന്ത്യക്കാർ സോപ്പിട്ട് ഒക്കെ ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അതൊരു ഷെയിമായിട്ടും, അതായത് ഇന്ത്യക്കാർ മുഴുവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് അവർ വിലയിരുത്തുന്നത്. അത് കാരണം തന്നെയാണ് ഒരു കനേഡിയനായിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ആൾ ഒറ്റ ഇതിൽ തന്നെ അവരോട് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പം തന്നെ കനേഡിയനായിട്ടുള്ളത് പറയുന്നത് ഈ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിലൊക്കെ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അത് തന്നെ കാനഡയിലും അനുകരിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ കാനഡയിലെ ഒരു പബ്ലിക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും മറ്റുള്ളവർക്കും ഇത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു കണ്ടാമിനേഷനോ അല്ലെങ്കിൽ അതൊന്ന് വൃത്തികേടാക്കാൻ പാടില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് പോലും. നമ്മളൊക്കെ ഒരു ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഒരു വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ അവർ വാഷ്റൂമിലെ ഒരു പൈപ്പോ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അവിടെയൊക്കെ മാക്സിമം ഒന്ന് ക്ലീനാക്കി, അവർ എവിടെയെങ്കിലും വെള്ളമൊക്കെ വീഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയ ശേഷം മാത്രമേ അവർ പോകാറുള്ളൂ. എന്നാൽ പല ഇന്ത്യക്കാരും വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുന്നത് സ്വന്തം വീട്ടിലെ വാഷ്റൂം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകുകയും ഒക്കെ ചെയ്യുന്നത് അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ അതവർക്ക് വളരെയധികം ഒരു മോശമായിട്ട് തോന്നുകയും ചിലർ ആ വാഷ്റൂമിൽ നിന്ന് അവർ ഉപയോഗിക്കാതെ തന്നെ തിരിച്ചിറങ്ങി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. I don't care from recording. You got a free phone, immigrant. You stupid. Why did you approach like that? Because you're black. Huh? No. Shut up. Why did you approach like that? Hey, who you recording? Hey, shut up, big nose. You know it's not illegal to go in front of your vehicle and hump you? I didn't touch you. Did I? Did I touch you? Yes or no? You banged my car. No, I didn't touch you. It's broken. No. I got your license Did plate. I touch you? Did I got touch your you? license plate. Hey, turn the You're in camera off. trouble. See what happens. You're in trouble. Hey, turn the You're in camera off. trouble. See what happens. You're in trouble. Take a picture of this. Yeah. And the plate. I got the plate number. Yeah. I got the plate number. Hey, you Yeah. want me to get out and fucking kill anybody? No. The three of them. Yeah, I got it. ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കനേഡിയൻ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഇന്ത്യൻ കപ്പിള് ഒരു സ്ഥലത്ത് സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ച് അവർ ഇന്ത്യക്കാരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവരോട് പെരുമാറുകയും ചീത്ത വിളിക്കുകയും ഒരു റേഷ്യലായിട്ടുള്ള ഒരു അറ്റാക്കിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതൊരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ടും ഇഷ്ടംപോലെ വണ്ടികളും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആ പരിസരത്തുള്ളത് കൊണ്ടായിരിക്കാം അതിൽ കൂടുതൽ ഒരു കയ്യേറ്റത്തിലൊന്നും ശ്രമിക്കാഞ്ഞത്. എന്നിരുന്നാൽ പോലും ആ കപ്പിള് വളരെ രീതിയിൽ പേടിക്കുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഒരു 4-5 പേർ ഗ്രൂപ്പായിരുന്നു. അവർ ഈ മുന്നിൽ കാറ് ക്രോസ് ചെയ്ത് വണ്ടി നിർത്തിയതിന് ശേഷം ഇങ്ങനത്തെയുള്ള മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഇത് ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ളൊരു മെയിൻ കാരണം തന്നെ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഈ രാജ്യത്ത് പെരുമാറുന്നത് അത് തീർച്ചയായിട്ടും എനിക്കത് ഖേദമുണ്ട് പറയാനെങ്കിൽ പോലും നമ്മളൊരു നല്ല രീതിയിലല്ല ഈ രാജ്യത്ത് പെരുമാറുന്നതെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വളരെയധികം ആൾക്കാരാണ് അവിടെ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ വരുന്നത്. അതിൽ തന്നെ കുറച്ച് പേര് ബാഡ് ഹാബിറ്റ്സ് ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്ന ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരെ കാണുന്നത് ഇവരെല്ലാം ബംഗാളികളാണ്, അതുകൊണ്ടല്ല ഇവരെല്ലാവരും മോശ സ്വഭാവമുള്ളവരാണ്, അതുകൊണ്ട് ഇവരെ ഒന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഈ ഒരു ചിന്ത തന്നെയാണ് പല ഇന്ത്യക്കാരും പല വിദേശ രാജ്യത്തും എത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മളെ കാണുന്നത്. പ്രത്യേകിച്ച് പല മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും പല ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇന്ത്യക്കാരുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അവർ വിലയിരുത്തുന്നത്. നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ അവിടെ പെരുമാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള റേഷ്യൽ അറ്റാക്കും അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ അപ്പോൾ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്വഭാവം ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ഇതുപോലത്തെ റേഷ്യൽ അറ്റാക്കുകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.